പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ തലച്ചോറിൽ ശേഖരിച്ചു വെക്കലല്ല, ഒരു പ്രത്യേക ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നത് ഒരു മെത്തഡോളജിയാണ്. ഉദാഹരണത്തിന്, ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശത്തിന്റെ പേര് കാണാപ്പാഠം പഠിക്കുന്നതിനോടൊപ്പം തണുപ്പ് എന്ന വാക്കുമായി ബന്ധപ്പെട്ടതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് എത്തണം. ഫ്രിഡ്ജ്, AC തുടങ്ങിയ ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം, തണുപ്പുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, അവയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചവർ, അങ്ങനെ ഒരു വാക്ക് മറ്റനേകം വാക്കുകളുമായി അറിവിലേക്ക് ചെന്നെത്താനുള്ള പാലമായി മാറണം. ആ പാലത്തിന് മീതെ നടന്നാൽ PSC എന്ന കടമ്പ നിങ്ങൾക്ക് എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും. ഇതൊക്കെ അറിഞ്ഞിട്ടും മാഷ്ക്ക് എന്താ ഇതുവരെ PSC കിട്ടാഞ്ഞേ? PT ഉഷയെ ഓടിക്കാനേ നമ്പ്യാർക്ക് പറ്റൂ. ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ PT ഉഷ തന്നെ വേണം. ഉഷ ഓട്ടം നിർത്തി സ്കൂൾ തുടങ്ങി. ഇപ്പൊ ഓടുന്നത് വേറെ കുട്ടികളാ. മാഷ് ഒന്നും പറഞ്ഞില്ലേ? അതിന് ഉഷ എന്ന് പറഞ്ഞ മാഷ് എല്ലാ ജനറലിനോടും മറക്കൂടാ. മാഷ്ക്ക് PSC കിട്ടിയാ നമ്മുടെ ഉഷ പിന്നാലെ കിടന്ന് ഓടാൻ നിന്നാനെ. മതി, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, എല്ലാവർക്കും പോവാം. എന്താ ഉഷ വരുന്നില്ലേ? ഉഷ വരുന്നില്ല, ഞാൻ ഇത്തിരി ഓടിച്ചിട്ടേ വിടുന്നുള്ളൂ. നിന്റെ പോൻ ചെല്ല്. ഞാൻ ആകെ ചമ്മിപ്പോയി. ഒരു ഉഷയും നമ്പ്യാരും പറയാൻ തോന്നിയ ഉപമ കൊള്ളാം. ഉപമ തോന്നിയപ്പോ അതിൽ നിന്റെ പേര് ഒരു കൊനഷ്ടായിട്ടുണ്ടെന്ന് ഓർത്തില്ല. അതുകൊണ്ട് അവന്മാരുടെ വായിരിക്കുന്നത് കേൾക്കാറായില്ലേ? പറയട്ടെ, പക്ഷെ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയ്ക്ക് 15 പേരാ ഈ സ്ഥാപനത്തിൽ നിന്ന് സർക്കാർ ജോലി കിട്ടിപ്പോയത്. അതീ വരുന്നവന്മാർക്കും അറിയാം. പക്ഷേ ആശാനൊന്നും കിട്ടുന്നില്ലല്ലോ. അതിന് ആശാൻ ട്രൈ ചെയ്യണത് ഗുമസ്തപ്പണിക്കല്ലല്ലോ. നീ നോക്കിക്കോ, ഇത്തവണത്തെ PRDയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറുടെ ടെസ്റ്റേ ഞാൻ പൂ പോലെ പാസ്സാവും. ഗസറ്റഡ് റാങ്കാ. വാ. നിന്റെ കമ്പ്യൂട്ടർ ഡിപ്ലോമ എന്തായി? ഫീസ് അടച്ചോ? ഇല്ലെന്നേ, നാളികേരം വിറ്റതിന്റെ കാശ് കിട്ടിയിട്ടില്ല ഇതുവരെ. വെള്ളിയാഴ്ചക്കുള്ളിൽ അടച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായി. നിനക്ക് അച്ഛനെ ഒന്ന് ഫോൺ വിളിച്ച് പറയായിരുന്നില്ലേ? എത്രയാന്ന് വെച്ചിട്ടാ പറയാ? ഇങ്ങനൊരു ഭാര്യയും മോളും ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുന്നത് തന്നെ ഔദാര്യാണെന്ന് മട്ടാ മൂപ്പർക്ക്. കാശ് അയച്ചിട്ട് ഇപ്പൊ മാസം 3 ആയി. കാശ് ഒപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട പൊന്നേ, സൊസൈറ്റിയിലെ ലോണും അച്ഛന്റെ കടങ്ങളും വീട്ടാൻ തന്നെ ഇങ്ങനെ കൊറേ മെനക്കെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ കൂടെ എന്റെ ഭാരം കൂടി ചുമക്കണ്ട. എന്ത് വേഷോ ഇത്? എന്തേ? രാവിലെ 9 മണിക്ക് ആ ഗൾഫുകാരന്റെ അപ്പോയിന്റ്മെന്റ് ഉള്ളതാ. ഇന്നൊരു സ്കീം സൈൻ ചെയ്യാന്നുള്ള ഭാര്യ സമ്മതിച്ചിട്ടുണ്ട്. അതിന് ഇങ്ങനത്തെ വേഷം മസ്റ്റാ. ആയിക്കോട്ടെ, പക്ഷെ ടൈയും കാൽസറായും ഈ പാട്ട സൈക്കിളും നല്ല ചേർച്ച. ആ പാടത്തിന്റെ കരക്കുള്ള സ്ഥലക്കച്ചവടത്തിന് ആള് വന്നിട്ടുണ്ട്. വേമ്പാ. അല്ല, എനിക്ക് രാവിലെ ഒരു എടാ ആ ഡേവീസ് ശശികുട്ടി പാട്ടിനെ അടിച്ചു മാറ്റുമ്പോ വരുന്നുണ്ടോ നീ? അഡ്വാൻസ് എന്തെങ്കിലും തറഞ്ഞിട്ട് കൊണ്ട് 2 വീശാനായിട്ട് ബൂട്ടാന്റെ പുള്ളിപ്പുള്ളി ശരിക്കാ കടിച്ചു. രൂപ 350 പോയത്. അല്ല, നീ കയറ്റുന്ന കോണവൊന്ന് വലിച്ചു മാറ്റിയേ. പറമ്പ് വെച്ചോത്തിന് പോകുമ്പോഴാണ് അവന്റെ ഒരു കണ്ടക്കപീനം. കേറി അല്ല, ഈ ഏറ്റുവെപ്പല്ലോ നടക്കോ? നമ്മളെ വെക്കാണ്ടിരുന്നാ മതി. നിനക്ക് ഈയിടെയായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ടല്ലോ. അച്ഛാ, അച്ഛാ, ഒരു നീ ഇതുവരെയായിട്ട് ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങി എഴുന്നേറ്റതാ. ഈ ജനൽ ആരാ തുറന്നിട്ടത്? എന്തേ? വെളിച്ചം കേറിയാ പിന്നെ ഉറങ്ങാൻ സുഖം ഉണ്ടാവില്ല. സമയം എത്രയെന്ന് അറിയോ? കയ്യില് വാച്ചില്ലേ, നോക്കിക്കൂടെ? ഇങ്ങനെ ചീക്കപ്പോത്ത് പോലെ കിടന്നുറങ്ങാൻ മാത്രം രാത്രി വലിയ ഉദ്യോഗത്തിനൊന്നും പോയിരുന്നില്ലല്ലോ. പെണ്ണുങ്ങളെക്കാൾ കഷ്ടം ഇവിടെ ബാക്കിയുള്ളവന്റെ കാര്യം. അച്ഛൻ ഈ വീടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇട്ടൂടെ? ഞാൻ ചെയ്യില്ല. പുലർച്ചെ എണീറ്റ് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടാ ഞാൻ ക്ലാസ്സിൽ പോയത്. ഈശ്വര, ഇന്നും കഞ്ഞിയ? എന്നെങ്കിലും ഒരു ദിവസം രാവിലെ ദോശയോ ഇഡ്ഡലിയോ കഴിക്കാനുള്ള യോഗം ഉണ്ടാവോ? എന്നാ നാളെ മുതൽ പുട്ടും വെള്ളയപ്പവും മുട്ടക്കറിയും ഒക്കെ മാറി മാറി ഉണ്ടാക്കി തരാം. എന്തേ? ഉവ്വ്, നീ പറഞ്ഞു കൊതിപ്പിക്കുള്ളൂ. മണി 10:30 ഇനി എപ്പ കുളിച്ച് ജോലിക്ക് പോവാനാ? വാ, എനിക്ക് ഇന്ന് എന്താന്നറിയില്ല, വല്ലാത്തൊരു തലവേദന. എനിക്ക് മനസ്സിലാവാത്ത പുതിയ വല്ല വേദനകളും കണ്ടുപിടിക്കും. സംശയത്തിന്റെ ആനുകൂല്യം വെച്ച് ഞാൻ ഒരു ദിവസത്തെ അവധി തരാം. എനിക്ക് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഓഫീസിൽ വിടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് രൊക്കം നാളെ കടം. ഇന്നലെ ഇത് തന്നെയല്ലേ പറഞ്ഞത്? ഇന്നെന്താ ടാക്സിയില്? അയ്യോ, 634 പുള്ളിപ്പുലി 1000 രൂപയ്ക്ക് ഉണ്ടാവും. സാറേ, ഞാൻ സാറിനെ പോലെ ഒരു ലോട്ടറി ആരാധകനാ.
ഒരു 100 രൂപ കിട്ടിയ തരക്കേടിലായിരുന്നു. അടിക്കുകയാണെങ്കിൽ പപ്പാതി, അല്ലെങ്കിൽ നാളെ കാശ് തിരിച്ചു തരില്ല. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. എന്ത് ബിസിനസ്? നൺ ഓഫ് യുവർ ബിസിനസ്. ഒരിക്കലും എന്റെ കൂലൊന്ന് കൂവിയാ ഞാനും വരും സാറേ കാറില്. അന്ന് സാർ എന്നോട് കടം ചോദിക്കും. ഒരു അവസരം തരാ, ഒരു കൂലിയാടാ. കുയിലുമില്ല മയിലുമില്ല, ഒന്ന് പോയാ ചന്ദ്രപ്പ. അത് ശരി. ഇനി ആരോട് ചോദിക്കും? ഓ രക്ഷപ്പെട്ടു. ഒരു 100 രൂപ കൂലെടുത്ത് നോക്ക്, ഞാൻ ദേ വരുന്നു. രഘു, രാവിലെ തന്നെ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്കാ? കാനന ചായയിൽ ആട് മേക്കണം. കൂടുന്നോ? ഇല്ല, ഞാൻ പിന്നീട് ഒരിക്കൽ വന്നുകൊള്ളാം. അതെ, ഉഷ ഇപ്പോൾ പകലൊക്കെ എന്ത് ചെയ്യുന്നു? പകലോ? രാത്രിയിൽ എല്ലാവരും ഉറങ്ങുകയാണല്ലോ പതിവ്. ഇന്നെന്താ ജോലിക്ക് പോയില്ലേ? ആശാരിപ്പണി നിർത്തി, നാളെ മുതൽ പെയിന്റ് പണിക്ക് പോവുകയാണ്. ഓഹോ, നീ ഒരു 100 രൂപ ഇടുന്നേ. 100 രൂപയാ? നീ വന്നേ. ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് കാശില്ലെന്ന് പറയാൻ നിനക്ക് നാണമല്ലേ രഘു? ഇല്ല, വേണ്ടി വന്നാൽ ഇവളുടെ മുന്നിൽ വെച്ചതേ ഇതേപോലെ കടം ചോദിക്കാനും മടിയില്ല. എന്തേ ചോദിക്കട്ടെ? പോയവിടുന്ന്. ദേ ഗംഗേട്ടൻ. അച്ഛാ, അച്ഛാ. എന്താ സുഖല്ലേ? അച്ഛൻ എന്തിനാ ഞങ്ങളെ കണ്ടപ്പോ തിരിച്ചു പോകാൻ തുടങ്ങിയത്? തിരിച്ചു പോവേ? ആ, എന്താ കാര്യം? അത് പിന്നെ നിന്റെ പ്രായത്തില് ഒരു മോൻ പെൺകുട്ടിയായിട്ട് വഴിയിലൂടെ വരുമ്പോ അച്ഛന്റെ മുമ്പിൽ വന്ന് പെട്ടിട്ട് വെറുതെ നിങ്ങൾ ചമ്മണ്ടാന്ന് കരുതിയിട്ട് ഒരു... അയ്യോടാ, ഞങ്ങൾക്ക് യാതൊരു ചമ്മലും ഇല്ല. ഇല്ല അല്ലേ? എന്നാ നിങ്ങൾ പോയിക്കോ. ഗംഗേട്ടാ, ഒരാഴ്ചയായി അച്ഛൻ എനിക്കൊരു മണി ഓർഡർ അയച്ചിട്ട് ഇതുവരെ കിട്ടിയില്ലല്ലോ. അത് പിന്നെ 500ന്റെ നോട്ടാണ് അയച്ചതെങ്കിൽ 500-ലാണല്ലോ ഈ കള്ളനോട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കിട്ടാൻ കാലതാമസം വരും. അതിന് ഒരാഴ്ചയായി പോസ്റ്റ് ഓഫീസിൽ ചെന്നെങ്കിലല്ലേ? എന്നാ ഞാൻ ഇന്ന് അവിടെ വന്ന് വാങ്ങിക്കോളാം. അയ്യോ വേണ്ട, ഞാൻ വീട്ടിലേക്ക് എത്തിച്ചു തന്നോളാം. മോൾ അവിടെ വന്ന് വിഷമിക്കണ്ട. അവിടെ വന്ന് വാങ്ങാൻ എന്തിനാ വിഷമിക്കുന്നത്? നീ ഇതിനകത്ത് ഇടപെടണ്ട, എന്റെ ഡ്യൂട്ടി ചെയ്യാ എനിക്കറിയാം. വാ, വീട്ടിലോട്ട് വാട്ടാ. ആ മണി ഓർഡർ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തല്ലേ? ഒരു 100 രൂപ ടിക്കറ്റ് പോസ്റ്റ് വാങ്ങി തന്നാൽ ഞാൻ ഈ രഹസ്യം മൂടി വെക്കാം. ദേ ഈ പിശാശ് എവിടെ പോയി കിടക്കുക? എന്ത് പരട്ട പരിപാടിയുടെ കാണിക്കണേ? സ്വന്തം പോസ്റ്റിലേക്ക് കൊള്ളടിക്കണേ? എന്തായാലും ഗോൾ ഉറപ്പാ. എന്നാ പിന്നെ സ്വന്തം പോസ്റ്റിലേക്ക് ആയിക്കോട്ടെ എന്ന് കരുതി. അവരടിക്കുന്നു അറിയില്ലല്ലോ. എന്നാ പിന്നെ നിനക്ക് തന്നെ കിട്ടതല്ലേ? കിട്ടിയ സ്വന്തം ടീമിന്റെ കയ്യിൽ നിന്ന് പറയല്ല. ഒരു ചെറിയ ഗോൾ അടിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടി പൊക്കിയെടുത്ത് അഭിനന്ദിക്കാൻ വന്ന അവരുടെ ഒരു കാര്യം. അതെനിക്ക് മനസ്സിലായി. എവിടെ എന്റെ പണം? നീ ഇന്നലെ തരാന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ ഞാൻ ആ മണിയോട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നത്. ചെയ്ത ഉപകാരം തിരിച്ചു ചോദിച്ചാ അതിന്റെ ഫലം പോകും പോസ്റ്റ്മാനെ. എടാ ലയിച്ചു, പണിക്ക് പോവാത്തവൻ എന്നോട് പരാതിയെ ഞാൻ ഇന്ന് വരെ കേൾപ്പിച്ചിട്ടുള്ളൂ. ഇത് വല്ലവരുടെയും മണി ഓർഡറാ. ഇന്ന് ആ കുട്ടി പൈസ ചോദിച്ച് പോസ്റ്റ് ഓഫീസിൽ വന്നാ ഞാൻ അകത്താവും. എന്ത് ചെയ്യാനാ പോസ്റ്റ്മാനെ? എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്ത് വില കൊടുത്തും ഞാൻ പോസ്റ്റ്മാനെ ജാമ്യത്തിൽ ഇറക്കും, അത് ഉറപ്പ്. എടാ ലയിച്ചു, നികുതി അടച്ച കടലാസുമായിട്ട് ഞാൻ കോടതി വന്നേക്കാം. என்னம்மா இது? கொடுத்த பணம் திருகே கேட்கும்போ இந்த மாதிரி கலாட்டா? വാങ്ങിയത് ശരിയാ, പക്ഷെ അത് ഇങ്ങേർക്ക് കൊണ്ടുപോയി ലോട്ടറി എടുത്ത് തൊലക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. நான் காசு வந்து உங்களுக்கு தான், உங்களோட கணவனல்லே. 5000 ரூபாய்க்கு 500 വെച്ച് 10 വാരം. ஆனால் ഒറ്റ വാട്ടി மட்டும் தான் തിരികെ തന്നത്. ഇങ്ങേര് പണിക്ക് പോയി എന്തെങ്കിലും തന്നാലല്ലേ ഞാൻ തരിക. മാസം 4 ഇങ്ങേര് കുടുംബത്തിലേക്ക് എന്തെങ്കിലും തന്നിട്ട്, എന്നാലോ ഒരു ദിവസം മുടങ്ങാതെ പണിക്ക് പോകുന്നുണ്ട്. സാമദ്രോഹി. അതുള്ളൊരു കാര്യം ഞാൻ പൊണ്ടാട്ടി ചൊല്ലിയത് നിജം. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നടുവൊടിഞ്ഞ് വേല ചെയ്താല് കിട്ടുന്നത് 250 രൂപ. ഒരു ഫുള്ള് ബ്രാൻഡി 3 ആക്കാൻ എന്റെ ഷെയർ കൊടുക്കണം 100 രൂപ. അപ്പൊ 100 പോയാ ബാക്കി 150-ൽ 100 രൂപക്ക് ലോട്ടറി എടുക്കും. കിട്ടിയാലാർക്ക ഇവക്കും മക്കൾക്കും തന്നെയല്ലേ. ബാക്കി 50 രൂപ
30 രൂപയാണ് ഈസി ചാർജ് ചെയ്യാൻ. അത് ഈ ടിവിയിൽ പറഞ്ഞ പിള്ളേര് അവിടെ ഇരുന്ന് തെണ്ടുന്നത് കാണുമ്പോ എന്റെ മനസ്സലിഞ്ഞു പോവും. അവർക്ക് 4 SMS അയച്ചാൽ അതും തീർന്നു. പിന്നെ ബാക്കി കയ്യിലുണ്ടാവും 20 രൂപയാ. ഒരു കെട്ട് ബീഡിയും ഈ ചുണ്ടിന്റെ ഇടയിലിടാൻ ഇത്തിരി പൊടിയും വാങ്ങിച്ചു കഴിഞ്ഞാ ബസ് കൂലിക്ക് ഞാൻ പിന്നെ തെറ്റണം അറിയോ? അതിന്റെ ഇടയിൽ അരിയും കിരിയും വാങ്ങിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് മനുഷ്യരെ ശല്യപ്പെടുത്തിയ ഞാൻ എവിടെ ഉണ്ടാക്കാനാ? பொண்டாட்டிக்கும் பசங்களுக்கும் சாப்பிட கூட கொடுக்காம சம்பாதிக்கிற காசு லோட்டரி மேல செலவாக்குறியாடா? തീരുട്ട് നായേ, എടാ എൻ കാശ്. തമിഴാ, നീ എന്നെ ഉപദേശിക്കാൻ വരുകയാടാ? നീ എന്താടാ കരുതിയത്? വട്ടിപ്പലിശക്ക് മലയാളികൾ മുഴുവൻ മുക്കി കൊല്ലാവുന്നോ? ആ എടാ രഘു, നമ്മുടെ സർക്കാരിന്റെ പുതിയ ഗുണ്ടാലിസ്റ്റിൽ പെടുത്തണമവനെ. 125 രൂപ പലിശ വാങ്ങിച്ച് ഇവൻ നമ്മുടെ മലയാളിയുടെ കാശ് മുഴുവൻ പാട്ടുനാട്ടിലെ കടത്തല്ലേ? പരട്ട പലിശ പോയല്ലേ? ഓണം വരുമ്പോൾ തമിഴ്ന്ന് കാശ് വേണം, കല്യാണം വരുമ്പോൾ തമിഴ്ന്ന് കാശ് വേണം, പൂരം വരുമ്പോൾ തമിഴ്ന്ന് കാശ് വേണം. എതുക്ക്? ഒരു നല്ല സിനിമ പാക്കத்துக்கு കൂടി തമിഴ് സിനിമ എടുക്ക വേണമാ? വേറിയ മലയാളി പോയാ. നമുക്ക് തമിഴിനെ 2 പൊട്ടിച്ചാലാ? ഒന്ന് വെറുതെ ഇരിക്കട്ടോ. അല്ലെങ്കിൽ വേണ്ട, നടത്തറ ശാന്തിയായിട്ട് കവികരെ ബന്ധം പോസ്റ്റ് ഒട്ടിച്ചാലാ? വിട്ടെനിക്ക് എടാ, നമ്മുടെ മലയാളികൾക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റൂ. ആകെ വയലാറ് പറഞ്ഞിട്ടുണ്ടാ, മുമ്പേ ഗമിക്കും മണ്ണാച്ചതന്റെ പിമ്പേ ഗമിക്കും മലയാളികളെല്ലാം. അണ്ണാച്ചി ചേട്ടാ, അണ്ണാച്ചി ചേട്ടാ, അയ്യാ അണ്ണാച്ചി അവിടെ നിർത്തുங்க, സ്റ്റോപ്പ് പണ്ണുങ്ക. അതെ, அந்த ആള് ശരിയല്ലേ, പൈത്തക്കാരൻ, വിട്ടിടുങ്ക. സാരി വിട്ടാച്ചി, കാശ് നീങ്ക കൊടു. அப்படிയല്ലേ, ഈ കാശ് കൊടുക്കുമ്പോൾ ശരിയാന ആളുകൾക്ക് കൊടുക്ക വേണ്ടേ? சரியான ആള് യാര്? ഞാനൊരു ശരിയാന ആള്. എന്നോട് അപ്പാവുക്ക് ഒരു മണി ആർഡർ പ്രോബ്ലം, അത് സോൾവ് പണതൊക്കെ ഒരു 5000 വേണം. കണ്ടിപ്പാ എല്ലാ വീക്കിലും 500 വെച്ച് മതിக்கலாம். മാട്ടേൻ, നിങ്ങൾക്ക് മുട്ടുമല്ലേ. ഇനിമേൽ ഒരു മലയാളി വിളക്കണകൾക്കും കാശ് കൊടുക്ക മാട്ടേ. പോയാ, പോയി തൊലൈ. സാത്തുക്കുടി ജ്യൂസ്. അല്ല ഈ അണ്ണാച്ചി പോയാ പോയാ.